ആശങ്ക ഉണ്ടെന്ന് മാത്രമല്ല, ആശങ്ക പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഇന്നലെ രാജ്യസഭയിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ചർച്ചയിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് നിങ്ങൾ ഈ ഡീലിമിറ്റേഷൻ സംബന്ധിച്ച്, മണ്ഡല പുനർനിർണയം സംബന്ധിച്ച് ദക്ഷിണേന്ത്യക്ക് ഇപ്പോഴുള്ള വിഹിതം നിലനിർത്തുമോ ഇല്ലയോ? അതായത് 543 സീറ്റിൽ 129 സീറ്റാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ളത്. അതിനർത്ഥം 24%. ഇത് നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഈ 24% എന്നുള്ളത് നിലനിർത്തുമോ എന്നൊരു ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അമിത്ഷാ 2 മണിക്കൂറാണ് ഇന്നലെ മറുപടി പറഞ്ഞത്. ആ 2 മണിക്കൂർ മറുപടിയിൽ അദ്ദേഹം കാശ്മീരിൽ പോയി, വടക്ക് കിഴക്കൻ മേഖലയിൽ പോയി, തീവ്രവാദികളുടെ അടുത്ത് പോയി, നക്സലേറ്റുകളുടെ അടുത്ത് പോയി, തമിഴ്നാടിൻ്റെ ഹിന്ദി ഭാഷയോടുള്ള വിരോധത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഏറ്റവും നിർണായകമായ ഒരു ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വലിയ ആശങ്കയുണ്ട്. ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ചില കണക്കൂട്ടലുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. നടത്തിയ പല ആൾക്കാരുടെ അടുത്തു നിന്നും ഞാൻ ശേഖരിച്ചപ്പോൾ ഞാൻ മനസ്സിലാകുന്നത്, അതായത് മണ്ഡല പുനർനിർണയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ കാഷ്വാലിറ്റി ദക്ഷിണേന്ത്യ ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തി ഒരു വോട്ട് തുല്യ മൂല്യമെന്നുള്ള സങ്കല്പമാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുമ്പോൾ, പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് അധികാരത്തിൻ്റെ, ഭരണനിർവഹണത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള പ്രാതിനിധ്യ സ്വഭാവമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ദക്ഷിണേന്ത്യക്ക് ഇന്ന് എക്സിക്യൂട്ടീവിൽ എന്താണ് പ്രാതിനിധ്യമുള്ളത്? അതും വിട്ടുകളയുക. 20 കോടി വരുന്ന ഒരു ജനവിഭാഗത്തിന് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരംഗത്വം പോലും കേന്ദ്രമന്ത്രിസഭയിലില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് കേവലപരമായിട്ട് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ മാത്രം പ്രാതിനിധ്യം, തുല്യത എന്ന് പറയുമ്പോൾ മറ്റ് പ്രതലങ്ങളിൽ അതുപോലുള്ള ആനുപാതിക പ്രാതിനിധ്യം വേണ്ടതില്ലേ എന്നുള്ള പ്രസക്തമായിട്ടുള്ള ചോദ്യം കൂടി നമ്മൾ ഉൾക്കൊള്ളണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ തന്നെ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യയുടെ ഒരു കോളനിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഭരണപരമായ കാര്യങ്ങളിൽ, ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ഭാഷയുടെ കാര്യത്തിൽ, ഏത് രംഗത്തെടുത്താലും ദക്ഷിണേന്ത്യക്ക് ഇപ്പോൾ ഒരു കോളനിയുടെ സ്വഭാവമാണുള്ളത്. ബ്രിട്ടൻ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യ ഒരു കോളനിയായിരുന്നു എന്ന് പറയുന്നത് പോലെ ഇന്ന് ഉത്തരേന്ത്യയുടെ ഒരു കോളനിയുടെ ഒരു പദവിയിലേക്ക് ദക്ഷിണേന്ത്യ മാറിയിരിക്കുന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അതായത് GDPയുടെ 18% ദക്ഷിണേന്ത്യയുടെ പോപ്പുലേഷൻ. 18% വരുന്ന ദക്ഷിണേന്ത്യ 36% GDPക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനം, നമ്മുടെ ചെലവിൻ്റെ 79% നമ്മുടെ ഓൺ ഫണ്ടാണ്. അതേസമയം ഉത്തർപ്രദേശിലും ബീഹാറിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും യഥാർത്ഥത്തിൽ കേന്ദ്ര ഫണ്ടിൻ്റെ ഒരു ധാരാളിത്തം കാണാൻ കഴിയും. ഇനിയിപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ റെഗുലേഷനായിട്ട് വരാൻ പോകുന്നത് UGCയുടെ ഗൈഡ് ലൈൻസാണ്. അതോടുകൂടി ഉന്നത വിദ്യാഭ്യാസം പരിപൂർണമായും കേന്ദ്ര സർക്കാരിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. ഇനി നമ്മുടെ നിയമനിർമ്മാണത്തിൻ്റെ ഒരു സ്വയംഭരണാവകാശം പരിശോധിക്കാം. അതായത് ഒരു നിയമസഭ പാസ്സാക്കുന്ന ബില്ല് അത് ഗവർണർ ആക്സെൻ്റ് ചെയ്യുക, അതിന് അംഗീകാരം കൊടുക്കുക എന്നുള്ള സംഭവം മുൻകാലങ്ങളിലുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഇല്ല. ഇപ്പോൾ കേരള നിയമസഭ പാസ്സാക്കിയ 8 ബില്ലുകൾക്ക് മേൽ ഗവർണർമാർ അടയിരുന്നു. അത് തമിഴ്നാട്ടിലാണെങ്കിൽ 11. ഇത് തെലങ്കാനയ്ക്കൊക്കെ ബാധകമാണ്. അപ്പോൾ നമ്മൾ ഏത് രംഗത്ത് നോക്കിക്കഴിഞ്ഞാലും ദക്ഷിണേന്ത്യ യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയുടെ ഒരു കോളനിയായിട്ട് അതപ്പതിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ പ്രാതിനിധ്യം കൂടി, ലോകസഭയിലെ പ്രാതിനിധ്യം കൂടി ഇടിയുകയാണെങ്കിൽ ഭയാനകമായ ഒരു സാഹചര്യം ഉരുത്തിരിയും. ഈ ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് ചെന്നൈയിൽ ഇന്ന് ദക്ഷിണേന്ത്യയിലെ നേതാക്കളും അതുപോലെ തന്നെ ഫെഡറലിസത്തെ ഉയർത്തിപ്പിടിക്കുന്ന മറ്റ് പ്രദേശങ്ങളിലെ നേതാക്കളും ഒത്തുചേർന്നത്. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം.